الحكاية السابعة عشر عن محمد بن السماك رضي الله عنه. മഹാനവറുകളെ തൊട്ട് സമ്മാക്കില്ല മുഹമ്മദ് ബിൻ സമ്മാക്ക് എന്നവരെ തൊട്ട് 17ാമത്തെ ഹിക്കായത്ത്. കാല മുഹമ്മദ് എന്നവര് പറയുന്നു, കാന മൂസബിന് മുഹമ്മദ് ബിൻ സുലൈമാൻ ഹാഷിമി എന്ന് പറയുന്ന ആള് എന്തായിരുന്നു? മിൻ ബനി ഉമയ്യ, ബനി ഉമയ്യത്തിലെ ഏറ്റവും നിഅമത്ത് കിട്ടിയ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. ആയിഷ ജീവിതത്താൽ നല്ല സുഖമായ ജീവിതമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അർഹാഹും ബാലൻ, അവരിൽ വെച്ച അവസ്ഥയാൽ ഏറ്റവും നല്ല റഹായ ആളായിരുന്നു, നല്ല സുഖമുള്ള ആളായിരുന്നു. എല്ലാം കൊണ്ടും, ജീവിതം കൊണ്ട് നോക്കിയാലും അവസ്ഥ കൊണ്ട് നോക്കിയാലും ഉന്നതനും സുഖമുള്ള ഒരാളായിരുന്നു മൂപ്പര്. യുവത്തി നഫ്സുഹ, മൂപ്പര് ശരീരത്തിന് മൂപ്പർ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു ആശിച്ചതൊക്കെ കൊടുക്കുമായിരുന്നു, ഒന്നും വിടൂല. മിൻ സുനൂഫിൽ ലദ്ദാത്ത്, രസങ്ങളുടെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതൊക്കെ കൊടുക്കും. എന്തിനുള്ള രസങ്ങള്? ഫിൽ മഅ്കലി, തീറ്റയില്, വൽ മശ്റബി, കുടിയില്, വൽ മൽബസി, വസ്ത്രത്തില്, ഒത്തീബി, സുഗന്ധത്തില്, വൽ ജവാറി, സ്ത്രീകളിൽ, വൽ ഇൽമാൻ, അടിമകളിൽ. ഇങ്ങനെ എന്തെല്ലാം ശരീരത്തിന് വേണോ അത് മുഴുവൻ മൂപ്പര് കൊടുക്കും. ലൈസത്ത് ലഹു ഫിക്റത്തുൻ വലാ ഹിമ്മത്തുൻ, മൂപ്പർക്കൊരു ചിന്തയും മനക്കരുത്തൊന്നുമില്ല. മനസ്സിന്റെ അകത്തൊരു ചിന്തയില്ല, ഒരു മനക്കരുത്തുമില്ല. എന്തല്ലാതെ? ഇല്ലാ ഫില്ലദി, ഒന്നിലല്ലാതെ. എങ്ങനൊന്ന് ഹുവഫിഹി, ആ ഒന്നിലാണോ മൂപ്പരുള്ളത്. അതെന്തിനാലാണ്? മിൻ ഈശത്തിഹി വലദ്ദത്തിഹി, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ രസം, ഉല്ലാസങ്ങൾ മാത്രം. എപ്പോ നോക്കിയാലും സന്തോഷത്തിന് മാത്രം, വേറൊന്നുമില്ല മൂപ്പർക്ക്. മൂപ്പര് ചില്ലറക്കാരനാണോ? കാരണം ഷാബൻ ജമീല, നല്ല അഴകുള്ള ചൊറുക്കുള്ള ഒരാളായിരുന്നു, ചെറുപ്പക്കാരനാണ് മൂപ്പര്. വജുഹുഹു, അദ്ദേഹത്തിന്റെ മുഖം ഏതുപോലെ ഇരിക്കുന്നു അറിയോ? വർണ്ണന പറയാണ്. ഇസ്തിദാറത്തിൽ ഖമർ, 14ാം രാവിന്റെ ചന്ദ്രന്റെ റൗണ്ട് എങ്ങനെ അതുപോലെയായിരുന്നു, അത്ര നല്ല സുഖം. വകാനത്ത് നിഅമത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹ് ചെയ്തു കൊടുത്ത നിഅമത്ത് സാബിഅത്തൻ, ആകെ ഉൾപ്പെട്ട് മൂപ്പർക്ക് ഒരു കുറവില്ല, എല്ലാം റെഡിയാ. യസ്തഗില്ലു ബി കുല്ലി ഹവൽ, മൂപ്പരുടെ വരുമാനം എത്ര അറിയോ? എല്ലാ വർഷത്തിലും മൂപ്പർക്ക് വരുന്ന വരുമാനം മൂപ്പരെടുക്കല് നഹവം മിൻ 300,000 വ 3,000 ദീനാർ, 3,03,000 സ്വർണ നാണയമാണ് എല്ലാ വർഷവും മൂപ്പര് വരുമാനമായി നേടുന്നത്. ഇങ്ങനെ അത്ര സുഖത്തിൽ അല്ലാഹ് കൊടുത്തു. എന്നിട്ടോ വയസിരിബു ഹാദാ കുല്ല, ഇത് മുഴുവത്തെ മൂപ്പര് തിരിച്ചുവിടും. ഫീമാ ഹുവ ഫീഹി, മൂപ്പർ ഏതൊന്നിലാണ് അതിലേക്ക്, അതുപോലെ ന്യായം സുഖത്തിലേക്ക്, സുഖിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മൂപ്പര്. എല്ലാം സ്വത്തുകളും മൂപ്പർ സുഖത്തിനായി വിട്ടു. ഏതുപോലെ? ദക്ഷിണ കൊറിയയിലുള്ള അയാളെ പോലെ. ഇന്ന് ചരിത്രത്തിൽ അങ്ങനെ കേട്ടത് അങ്ങനെ, അയാൾ എല്ലാ സുഖത്തിലും ജീവിക്കുകയാണല്ലോ, അതുപോലെ ഒരു ജീവിതമായിരുന്നു. അങ്ങനെ വാക്കാലഹോ മുസ്തഷിരിഫുൻ ആൽ, മുസ്തഷിറഫുൻ ആൽ, ഒരു ഉയർന്ന് വെളിപ്പെട്ട് എല്ലാം കാണാൻ പറ്റി നിൽക്കുന്ന ഒരു ഉയർന്നൊരു ഇരിപ്പിടം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അത് പീകി, അതിലാണ് മൂപ്പര് ഇരിക്കുക. ഷീയാത്ത്, വഴുകുന്നേര സമയം, ഒരു കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ പറ്റുന്ന സ്ഥലം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടോ യുശ്രിഫി അലന്നാസ്, അവിടെ ഇരുന്നു കൊണ്ടാണ് മൊത്തം ജനമേലും മൂപ്പര് വെളിപ്പെടാറുള്ളത്. ലഘു, ആ ഇരിപ്പിട കേന്ദ്രത്തിലുണ്ട് അബുവാബുൻ, ചില വാതിലുകൾ. മശ്റൂഅത്തുൻ ഇലൽ ജാദത്തി, അത് നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള വഴികൾ വേറെ. അബുവാബും മശ്റൂഅത്തല്ല മുശ്രിഅത്ത്, അബുവാബും മുശ്റൂഅത്തുൻ ഇലാ ബസാതീനിഹി, അദ്ദേഹത്തിന് ഉദ്യാനങ്ങളുണ്ട്, ആ ഉദ്യാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന വഴികൾ, വാതിൽ വേറെ. ഇങ്ങനെയുള്ള സുഖസുന്ദരമായ കൊട്ടാരത്തിലുള്ള ഇരിപ്പിടം. വഖദ് ലറബ ഫീഹി, അങ്ങനെ അവിടത്തിൽ എന്ത് ചെയ്തു? മൂപ്പരുണ്ടാക്കി കുബ്ബത്ത് ആജ്, ആനക്കൊമ്പ് കൊണ്ടൊരു കുബ്ബുണ്ടാക്കിയത്
മുളബ്ബബത്തിൻ ബിൽ ഫില്ല, വെള്ളി കൊണ്ട് പൂശപ്പെട്ടതായ രീതിയിൽ ആനക്കൊമ്പോട് ഉണ്ടാക്കിയ ഒരു കുബ്ബുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം സുഖം നൽകി മൂപ്പർക്കല്ല. മുത്തുലിയത്തിൻ ബിദാബി, സ്വർണം കൊണ്ട് പൂശപ്പെട്ടതുമായ രീതിയിലാണ് അങ്ങനത്തെ ഒരു കുബ്ബുണ്ടാക്കി. ഒഹുമാല ശരീരിൻ, അങ്ങനെ മൂപ്പര് ആ കുബ്ബയിൽ കട്ടിലുണ്ട്, അതിന്റെ മുകളിലാണ് മൂപ്പരുള്ളത്. അലിഹിലാലത്ത് കസ്ബ്, പച്ചയായ മുത്തുകൊണ്ടുള്ള ഒരു സംഗതി മൂപ്പര് മേലുണ്ട് താനും. അങ്ങനത്തെ ഒരു കട്ടിലാണത്. എന്താണ്, എല്ലാം കൊണ്ട് മുത്തുകൾ പതിച്ച കട്ടില്. വയലാറേസിഹി മാമത്തും മുക്കല്ലത്തും ബില്ല ആലി, മാണിക്കങ്ങളെ കൊണ്ട്, അത് മുത്തന്നെയാണ്, മുത്തുകളെ കൊണ്ട് ആവരണം അണിയിക്കപ്പെട്ട തലപ്പാവ് മൂപ്പർ തലയിലുണ്ട്. വമഅഹു ഫിൽ ഖുബ്ബത്തി നുദമാഉഹു, അങ്ങനെ കുബ്ബയിൽ മൂപ്പരെ കൂടെ കുറെ കള്ളുടന്മാരും മധുവന്തന്മാരൊക്കെ ഉണ്ടായിരുന്നു, കള്ളു കുടിച്ചും കൂത്താടുന്നവർ. വഖദ് വഖബഅല റഅസിൽ ഖദമു, അങ്ങനെ അദ്ദേഹത്തിന്റെ തലഭാഗത്ത് നിൽക്കുന്നു അൽ ഖദമു, അദ്ദേഹത്തിന്റെ സേവകന്മാർ. വൽ ഖൈനാത്തു, പെൺകുട്ടികള്, പാട്ടുപാടുന്ന പെൺകുട്ടികളാണൊക്കെ. ബിഹിദായി, അദ്ദേഹം നേരെ മുന്നിൽ നേരെ നിൽക്കുക. ഫി മജ്ലിസിൻ, ഒരു സ്ഥലത്ത്. ഖാരിജിൻ മിൻ ഖുബ്ബ, ഖുബ്ബയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് അദ്ദേഹം നേരെ നിൽക്കുന്നത്. യറാഹുന്ന, അദ്ദേഹം കാണുന്നു ഈ പെൺകുട്ടികളൊക്കെ. ഇദസ്തഹ സമ അൽ ഖൈനാത്ത്, അങ്ങനെ പാട്ടുകാരി പെൺകുട്ടികളുടെ ആ പാട്ടൊന്നും ഇയാൾക്ക് കേൾക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഇങ്ങനെ നോക്കും. നെല്ലുറ നവി സത്താറത്തി, സത്താറത്ത് പോലത്തെ ആൾക്കാർ നോക്കുന്ന നോട്ടാ. സത്താറത്ത് എന്ന് പറഞ്ഞാല് രഹസ്യങ്ങൾ ചോർത്തിരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ആൾക്കാർ നോക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അവർ നോട്ടം. വൈനറാതെ സുക്കൂത്തഹുന്ന, ഇനി ഈ പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം, പാട്ടൊന്നും വേണ്ടെന്ന് ഇവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഔമ സത്താറത്തി, അപ്പൊ നഹവസത്താറത്ത്, അപ്പൊ നളറ, അദ്ദേഹം നോക്കും. എന്ത് സത്താറത്തിനെ പോലെ. അപ്പൊ ആ സത്താറത്തോടെ ഒരു വിരി എന്തേലും ഉണ്ടാവും, ആ വിരി പോലത്തേക്കാർ നോക്കാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ സത്താറത്തിലേക്ക് മൂപ്പർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. ആംഗ്യം കാണിക്കുമ്പോ ഹംസക്കിന് മൂപ്പര് പെണ്ണൊക്കെ മിണ്ടാതെ നിൽക്കും ചെയ്യും. ഇതായിരുന്നു മൂപ്പരെ പതിവ്. ഇതുവരെ ഇലാ യദ്ഹബല്ലയിൽ, രാത്രി കഴിയുന്നത് വരെ ഇതാണ് മൂപ്പരെ പതിവ്. വയദ്ഹബ് അഖ്ലുഹു, മൂപ്പരുടെ ബുദ്ധി പോകുന്നത് വരെയും. കള്ള് കുടിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, രാത്രി ഇതെങ്ങനെ കൂത്താടി നടക്കും. അങ്ങനെ മധുൽമത്തരായിരിക്കുന്ന കള്ളുടേമാരും മദ്യപരൊക്കെ പോവും. വയഖുലു മഅമൻഷാ, അങ്ങനെ ആദ്യം രാജാവ് ഉദ്ദേശിച്ചവർ കൂടെ മൂപ്പരുണ്ടാവും, ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും. അതാണ് അവിടുത്തെ അവസ്ഥ കോട്ടയില്. ഫൈദാ അസ്ബഹ, നേരം പുലർന്നാൽ ഇഷ്തഗല ബിന്നളിരി, പിന്നെ മൂപ്പര് നോക്കൽ കൊണ്ട് ജോലിയായത് ഇലല്ലാഹിബിന ബൈന യദൈഹി ശത്റഞ്ചി വനുറദ്, പേർഷ്യക്കാരുടെ കളിയാണ് നുറദ്. അതുകൊണ്ടും ചതുരംഗ കളി കൊണ്ടും അദ്ദേഹത്തിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ പോയി നോക്കും മൂപ്പര്. നേരം പോലത്തെ പണി ഇങ്ങനെ, രാത്രി അങ്ങനെ. വലായതുക്കുറുബൈന യദേഹി, വലായതുക്കുറുബൈന യദേഹി മൗത്തം വല മറദ വല സഖമൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓർക്കാനില്ല, മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ല, രോഗത്തെക്കുറിച്ച് അറിയില്ല. സഖമ്, രോഗം, മറന്ന്, മാനസികവും ശാരീരികവും. ഒലാശയ ഒലാശയ, ഒരു വസ്തുവിനെ കുറിച്ചും ഇല്ല. ആ വസ്തുവിലുണ്ട് എന്തുണ്ട്, ദിക്റു ഗം, പല മനപ്രയാസം പറയൽ അതിലുണ്ടോ, അതൊന്നും മൂപ്പര് പറയാൻ പറ്റൂല, അതൊക്കെ ഒഴിവാക്കിടും. അല്ലെങ്കിൽ ഓർക്കൂല, എന്നല്ലെങ്കിൽ ഇങ്ങനെ വല എതുക്കൊരു പറയൂല. ബൈനയദേഹി, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ഒരാൾ പറയൂല, മൗത്തിനെ കുറിച്ചും മർദിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും പറയൂല. ഇല്ലൽ ഫറഹ വസ്സുറൂറ, സന്തോഷം, മാനസിക ആനന്ദം, ഇതല്ലാതൊന്നും പറയൂല. വന്നവാദിറല്ലത്തി തുളിഹിക്കു, ചിരിപ്പിക്കാൻ പറ്റുന്ന പല അസാധാരണ കഥകൾ, ഇതൊക്കെ പറയുള്ളൂ.
വയുതീബു വയുതയ്യിബു കുല്ല യൗം. മൂപ്പര് എല്ലാ ദിവസത്തിലും എന്താവും? ത്വയ്യിബാവും. വയുതയ്യിബ് എന്ന് പറഞ്ഞാൽ വയതീബു, ത്വീബ് സുഗന്ധം പൂശും. ബി അൻവായി ത്വീബി, ത്വീബിന്റെ പല ഇനങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും എല്ലാ ദിവസവും മാറി മാറി പൂശും. വൽ മസ്ഊമാത്തി, അതുപോലെ വാസനിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മൂപ്പര് ദിവസം ദിവസം മാറി മാറി തേച്ചുകൊണ്ടിരിക്കും. മാ യകൂനു ബി അവാനിഹി, അദ്ദേഹത്തിന്റെ സമയത്തില് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരുന്നു. അത്താ മതത്തിലു 27 സന, അദ്ദേഹത്തിന് ഒരു 27 വയസ്സ് കഴിഞ്ഞത് വരെ അദ്ദേഹത്തിന്റെ സമയത്തിൽ അങ്ങനെ ഉല്ലസിച്ച് ജീവിച്ചു. അപ്പൊ ബൈനമാഹുവ ലൈലത്തിൻ ഫി ഖുബ്ബത്തിഹി, സാധാരണ പോലെ മൂപ്പരുടെ ആ കുബ്ബന്റെ ഉള്ളിൽ രാത്രി വന്നിങ്ങനെ ഇരിക്കുകയാണ്. വഖദ് മല ബഅദുൽ, രാത്രി അല്പം കഴിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സമിഅ നഅമതൻ, അപ്പൊ മൂപ്പരൊരു പാട്ട് ഇങ്ങനെ കേട്ട്, രാഗം കേട്ട് കഴിഞ്ഞു. മിൻ ഹലഖിസ് സജ, ദുഃഖിതമാകുന്ന സദസ്സിൽ വെച്ച് ഒരു കാനങ്ങനെ കേട്ടു. ഖിലാഫുമാ യസ്മഉ മിൻ മുത്രിബിഹി, അദ്ദേഹത്തിന്റെ കൂടെ കള്ളു കുടിച്ച് മധുന്മത്തരായി പാടുമ്പോഴുള്ള പാട്ട് അവർ കേൾക്കാറ്, അതിന് വിരുദ്ധമായിട്ട് അവർ കേട്ടത്. അങ്ങനെ അങ്ങനെ അദ്ദേഹമായി യഖല്ലിബുഹു വലഹൻ അമ്മ കാനബിഹി, അദ്ദേഹം ഏതൊന്നിലായിരുന്നു ആ സുഖത്തെ തൊട്ടെല്ലാം അദ്ദേഹത്തെ മാറ്റിമറിക്കുന്ന രീതിയിലാക്കി മാറ്റിയ പാട്ട് അങ്ങനെ പിടികൂടി അദ്ദേഹത്തെ. വഅമഹയിലേഹിം അന്നംസുക്കു, ജനങ്ങളിലേക്ക് അവിടെയുള്ള കള്ളുടന്മാരിലേക്കൊക്കെ എന്തായി മൂപ്പര് ചൂണ്ടി. അന്നംസ്കൂ, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. അഖ്റജ റൈസ, അങ്ങനെ മൂപ്പര് തല പുറത്തേക്ക് ഇട്ടു. ആര്? ഈ പറഞ്ഞ മഹാൻ. മീൻബാദി ത്വബഖാത്തിൽ ഖുബ്ബത്തി, ഖുബ്ബക്ക് പല പടികളുമുണ്ട്, ആ പടി നിന്നിട്ട് പുറത്തേക്ക് തലട്ടു. എവിടേക്കല്ല? ജാദത്തി, നിരത്തിലേക്ക് പോകാൻ പറ്റുന്ന, അല്ല നിരത്തിലേക്ക് അല്ലേ. അപ്പൊ ആ പടിയിൽ നിന്ന് മൂപ്പർ തല എന്തായി? ആ നിരത്തിലേക്ക് പുറപ്പെടുവിച്ചു. യസ്തമിഉല്ലദീ വഖഅ ബിഖൽബിഹി, മൂപ്പരുടെ ഹൃദയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റം വരുത്താൻ പറ്റുന്ന സംഗതി കേട്ടല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ ആ കേട്ടതിനെ എന്താണ് മൂപ്പര് എന്തായി? ഒന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ നോക്കുമ്പോ പാട്ട് കിട്ടി. റുബ്ബമ സമിഅഹ, ചിലപ്പോൾ ആ പാട്ട് മൂപ്പര് കേൾക്കുന്നുണ്ട്. ഓ റുബ്ബമ ഖഫിയത്ത് അലൈഹി, ചിലപ്പോ മൂപ്പര് പാട്ട് അവ്യക്തമാവും. ഇതേ അറിവാറൊന്നുമില്ല. അങ്ങനെ സ്വാമി ഇൽമാനി തന്റെ അടിമകളുണ്ടല്ലോ ഓലെ വിളിച്ചെത്തി വരാൻ പറഞ്ഞു. അപ്പൊ കാല അതിന് മൂപ്പര് പറയാ, ഉത്ലുബു സ്വാഹിബ ഹാദിസ് സൗതി, ഇവിടെ ശബ്ദിച്ച് പാടിയ ആ പാട്ടുകാരുണ്ട്, നിങ്ങൾ ആ ശബ്ദത്തിന്റെ ഉടമയെ തേടി പിടിച്ചു കൊണ്ടുവരും, നമുക്കത് ആവശ്യമുണ്ട്. വക്കറ ആമില ബി സറാം, അദ്ദേഹത്തിൽ ആ സറാബ് പലം വരുത്തി തോന്നുന്നുണ്ട്, കള്ളുടിച്ചിട്ട് ലെവല് തെറ്റി പാടിയാൻ തോന്നുന്നുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോ ഹറജൽ ഇൽമാനു, അടികളൊക്കെ പുറത്തുപോയി. തൂഫൂന, അവർ നാടിന് ചുറ്റി വലയാണ് ഇയാളെ തേടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അങ്ങനെ നാട് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ അടിമകൾ എന്തോ ഒന്നവിടെ കാണുന്നുണ്ട്. എന്താ കണ്ടത്? ആരെയാണ് കണ്ടത്? അത് തുടരും ഇൻഷാ അല്ലാഹ്.